ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ലെവൽസ് നോക്കാം. നിഫ്റ്റി 23,146, 23,290. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ മാർക്ക് ചെയ്ത ഏരിയയാണ്. ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്കാണ് ട്രേഡ് നോക്കുക. അപ്പ് സൈഡ് ലിക്വിഡിറ്റി 23,449. ഇപ്പം മാർക്കറ്റ് എടുത്ത് നിൽക്കുന്നത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ആയതുകൊണ്ട് അപ്പ് സൈഡിലേക്കായിരിക്കും മിക്കവാറും ഫസ്റ്റ് ട്രേഡ് വരിക. ആ ഒരു ട്രേഡ് ആയിരിക്കും മിക്കവാറും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ലെവൽ ഓക്കെ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിൽക്കുന്നത്. 49,134 എന്നുള്ള ലെവലിൻ്റെ താഴേക്കാണ് നിൽക്കുന്നത്. നമ്മൾ അപ്പ് സൈഡ് ട്രേഡ് തന്നെയാണ് നോക്കുന്നത്. ബാങ്കിലായാലും നിഫ്റ്റിയിലായാലും അപ്പ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഉള്ളത് 48,522 സമയം 9:22 ആയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് ട്രേഡ് അപ്പ് സൈഡിലേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. നമുക്ക് എന്താ പറയുക, ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 23,171 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 23,171. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നിഫ്റ്റിയാണ് പിന്നെയും ഒരു ഓപ്പർച്യൂണിറ്റി പോലെ തന്നത്. മാർക്കറ്റ് അപ്പ് സൈഡിലേക്കുള്ള ഒരു എൻട്രി ഏരിയ ആയിട്ട് തന്നത് ഈ ഒരു ഏരിയ 23,171 എന്നുള്ള ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാമെന്നുള്ളത്. എൻട്രി വന്നിട്ടില്ല. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും വാച്ച് ലിസ്റ്റിലേക്ക് നമ്മുടെ പ്രീമിയം ആഡ് ചെയ്ത് വെക്കാം. 23,200 കോൾ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഉള്ളത് 187 റേഞ്ചിലാണ്. കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 180 ഒക്കെ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരും. 180, 70 സംതിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ആയിരിക്കും മിക്കവാറും എൻട്രി ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 185 എന്നുള്ള അടിച്ച് വെക്കാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ 6 പോയിൻറ്റ്സ് കൊടുത്ത് വെക്കാം. എന്നിട്ട് ഏകദേശം ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി പരിഗണിക്കാവുന്നതാണ്. താഴേക്ക് വരുന്നുണ്ട്, ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട്. ഒരു 23,192 ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 20 പോയിൻറ്റും കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം അല്ലേ. കുറച്ചും കൂടെ വരുന്നുണ്ട്. 80, 80 സംതിങ്. ഇനി ഒരു 10-15 പോയിൻറ്റ് കൂടെ താഴേക്ക് വന്നാലേ നമുക്ക് എൻട്രി എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 87 ആയിട്ടുണ്ട്. 83. ഓക്കെ. ഇനി ഒരു 10 പോയിൻറ്റ് കൂടെ താഴെ വന്നാൽ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യും. മിക്കവാറും നമ്മുടെ പ്രീമിയം 185 ഒക്കെ താഴെ ആയിരിക്കും എന്തായാലും. കുഴപ്പമില്ല. നമ്മൾ 185 കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ 185 താഴെയുള്ള ഏത് പ്രൈസിലാണ് നമുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചില സമയത്ത് അത് പെട്ടെന്നുള്ള സ്പൈക്കിൽ 185 മുകളിലാണ് കിട്ടണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ കൊടുക്കുന്നത്. മാർക്കറ്റ് പ്രൈസിലും കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അവർ ഏരിയ എത്തി കഴിഞ്ഞാൽ ആ രീതിയിലും ചെയ്യുന്നവർക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് തന്നെ ഇട്ട് പോകണം. ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ഭയങ്കര ബാരിഷ് ആയിട്ട് അന്ന് കാണുന്നത്. നിഫ്റ്റി വരുന്നുണ്ട് ഏരിയയിലേക്ക്, എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ 80, 79 ആയിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെക്കാം. നമ്മുടെ കോൾ ഓപ്ഷൻ 186 തന്നെയാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. 185 താഴെ ആയിരിക്കും എന്തായാലും ആ ഒരു ഏരിയയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എൻട്രി വരട്ടെ. സമയം 9:36 ആയിട്ടുണ്ട്. നമ്മളെ നിഫ്റ്റിയിൽ നമ്മൾ എൻട്രി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിഫ്റ്റി കുറച്ച് മുകളിലേക്ക് പോയി. നമുക്ക് 8 പോയിൻ്റ് ഒക്കെ റേഞ്ചിൽ എത്തിയതിന് ശേഷം നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രി ഏരിയയിലേക്ക് വന്നിട്ടില്ല. 8 പോയിൻറ്റും കൂടി താഴെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഒരു അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് പരിഗണിക്കുക. പക്ഷേ ബാങ്ക് നിഫ്റ്റികളൊന്ന് ഭയങ്കര ഒരു ബാരിഷ് ആയിട്ടാണ് കാണുന്നത്. 47,800 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യാൻ റെഡിയാക്കി വെക്കാം. നമ്മളെ ബൈയിങ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബൈ ചെയ്യാം. 48,800 കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. 652 നമുക്ക് എൻട്രി കിട്ടിയത്. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ അല്ലേ. നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി സ്റ്റിൽ ആ എൻട്രി ഏരിയയിലേക്ക് എത്തില്ല. അതാ ഡ്രസ് കേട്ടോ. ബാങ്ക് ഇത്രയും താഴെ വന്നിട്ട് പോലും നിഫ്റ്റി ഏരിയ എത്തിയിട്ടില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ അതിന് പുതിയൊരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ്. അപ്പോൾ ഇത് ടാർഗറ്റ് ഏരിയയിലേക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 1:5 ഒക്കെ കിട്ടുമെന്നുള്ളത് കാര്യം അറിയില്ല. ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ SL നമുക്ക് നോർമലി 2000 സംതിങ്, അതായത് 20 പോയിൻറ്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. ഭയങ്കര ക്യാൻഡിൽസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. കാറും വരവ് കണ്ടിട്ട് സുഖം തോന്നില്ല. SL അടിച്ചിട്ടുണ്ട്. എന്ത് ഫാളാണ്.
ബാങ്ക് നിഫ്റ്റി അതിൻ്റെയും താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് വരുമോ? 9:37 9:37 ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എൻട്രിയും പരിസ്ഥിതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ നിഫ്റ്റിയിൽ വരയും വരച്ച് കാത്തിക്കുക, ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടുമില്ല. എന്ത് കഷ്ടമാണത്. നോക്കാം, ഏതായാലും പോട്ടെ. ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഒന്ന് നമുക്ക് 12:30 ഉള്ളിൽ പരിപാടി തീർക്കേണ്ടി വരും. ഫ്രൈഡേ ആണ്. അതിൻ്റെ മുമ്പ് ഏതെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:47 നമുക്ക് ആ ഒരു എൻട്രി അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. 9:43 44 കണ്ടോ. പക്ഷേ ആ സമയത്ത് ഞാൻ ഇപ്പം തിരിച്ചാണ് കയറിയിട്ടുള്ളൂ. ഞാൻ ആ സമയത്ത് കണ്ടില്ല. നല്ല പ്രീമിയം നല്ല ഡൗണിലാണ് കിട്ടി. നമ്മൾ 180 ആ റേഞ്ച് 85 താഴെ എന്നൊക്കെ പറഞ്ഞ് 174 75 വരെയൊക്കെ ആ ഒരു ടിപ്പിൽ ടച്ച് ചെയ്തപ്പോൾ ആ റേഞ്ചിലായിരുന്നു നിഫ്റ്റീൻ്റെ 23,172 ടച്ച് ചെയ്ത സമയത്ത്. കറക്റ്റ് എക്സാക്ട്ലി ആ ടിപ്പ് തന്നെ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണേ. നമുക്ക് ആ ഒരു പ്രീമിയം നല്ല ഡൗണിലും കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എൻട്രി ആയിരുന്നു, നല്ല ഒരു മൂവ്മെൻറ്റും ഉണ്ട് ഇപ്പോൾ. പക്ഷെ നമുക്ക് കിട്ടിയില്ല നമ്മൾ ആ സമയത്ത്. ഇനി പ്രീമിയം റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നല്ല മൂവ്മെൻ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ SL ആണോ ടാർജറ്റ് ആണോ നമുക്കറിയാൻ പറയാൻ പറ്റില്ല. പക്ഷേ പ്രീമിയം ഒന്നുകൂടി ആ റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്നിട്ട് എൻട്രി കൺസിഡർ ചെയ്യുക ആ ഏരിയയിൽ നിന്ന്. കാരണം ജസ്റ്റ് മിസ്സായതല്ല. അപ്പോൾ ആ റേഞ്ച് വന്നാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:15 നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ട്, ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അത് 48,699 എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ അഗൈൻ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തപ്പോൾ അപ്പ് സൈഡിലേക്ക് തന്നെയാണ് ട്രൈ ചെയ്തത്. ഞാൻ ഒരു ലാസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് എൻട്രി എടുത്തത്. അതിൽ ഇപ്പോൾ ചെറിയൊരു ലോസിലാണ് ഇപ്പോൾ മാർക്കറ്റ്, ഇപ്പോൾ ട്രേഡ്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കോൾ ഓപ്ഷൻ എടുത്ത് അപ്പോൾ തന്നെ SL എക്സിറ്റ് അടിച്ചതാണ്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ ഈ രണ്ടാമത്തെ ട്രേഡ് ഞാൻ ടൈം പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്തതാണ്. നിഫ്റ്റി നമുക്ക് ആ ഒരു എൻട്രി പിന്നെ തന്നിട്ടേ ഇല്ല കേട്ടോ. അതായത് നിഫ്റ്റി താഴേക്ക് പിന്നെ വന്നിട്ടില്ല. 23,200 തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ ഒരു പ്രീമിയം റേഞ്ചിലേക്ക് പിന്നെ വന്നിട്ടില്ല. നമ്മൾ അത് നോക്കി നിന്ന് അത് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് അപ്പോൾ നിഫ്റ്റിയിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഇപ്പോൾ ആ ഒരു ട്രേഡിലായിരുന്നെങ്കിൽ നമുക്ക് രാവിലെ വേറെ ഒരു ട്രേഡ് കൊടുക്കില്ലായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് റണ്ണിങ്ങിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാർജറ്റ് അടിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, 30 പോയിൻറ്റ്സ് ഒന്നും ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ബാങ്കിൽ ഈ ഒരു ട്രേഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ 48,485 എന്നുള്ള റേഞ്ച് വരെ ടാർജറ്റ് വെക്കാൻ പറ്റിയ ഒരു ട്രേഡ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ബാങ്കിൽ 48,522 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് താഴെ. പക്ഷേ ഈ ഒരു ട്രേഡിൽ SL അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള സമയം 10:15 പക്ഷേ 2 SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് ട്രേഡ് ഉണ്ടാവില്ല. രാവിലെ തന്നെ വെറുതെ ഇരിക്കേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല, ഇന്ന് 12 മണി ഏരിയ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നിഫ്റ്റി ഉണ്ടോ, നമ്മൾ ആ ഒരു പ്രീമിയം ഞാൻ എൻട്രി പറഞ്ഞ ഏരിയയിൽ നിന്ന് എക്സാക്ട്ലി മാർക്കറ്റ് നല്ല പോക്കും പോയിട്ടുണ്ട്. തിരിച്ച് ലോ ഇതുവരെ എടുത്തിട്ടില്ല മാർക്കറ്റ്. ആ ഒരു ഏരിയയിലേക്ക് പിന്നെ എത്തിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ ആണെങ്കിലും ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിനേക്കാളും നല്ലൊരു മൊമെൻ്റ് ഒന്ന് നിഫ്റ്റിയിലാണ് കാണിക്കുന്നത് കേട്ടോ. നിഫ്റ്റിയിലെല്ലാം അത്യാവശ്യം മൊമെൻ്റ് കാണിക്കുന്നുണ്ട്. ബാങ്ക് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കയറുന്നുണ്ട് പ്രീമിയം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:26 പക്ഷേ നമ്മളെ ബാങ്ക് നിഫ്റ്റി തീരെ മൂവ്മെൻ്റ് അല്ല. പക്ഷേ നിഫ്റ്റി എന്ത് പറക്കണേ. നമ്മൾ ആ രാവിലത്തെ ആ ഒരു പ്രീമിയം കണ്ടോ, 23,200 കോൾ ഓപ്ഷൻ നമ്മൾ 174 എൻട്രി വന്നിരുന്നത് അല്ലേ. ആ സാധനം ഇപ്പോൾ എത്ര എത്തിയെന്ന് നോക്കി, 84 94 204 40 പോയിൻറ്റ് ഓൾറെഡി ഇപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞുണ്ട്. നേരെ മറിച്ച് നമ്മളെടുത്ത ബാങ്ക് ആണെങ്കിൽ അനങ്ങണമില്ല. നിഫ്റ്റി പോകണമുണ്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സിങ് ഹൈൻ്റെ തൊട്ടടുത്തെത്തി. സിങ് ഹൈ എത്തുമ്പോൾ പിന്നെ 40-50 പോയിന്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി 40 പോയിന്റ് ഉണ്ടെങ്കിൽ ആ സിങ് ഹൈയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും 50 പോയിന്റ്. പിന്നെ സിങ് ഹൈ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഉണ്ടോ എപ്പോഴും സ്റ്റിൽ ആ ഒരു ഏരിയ തന്നെയാണ്. ചെറിയൊരു മൂവ്മെൻറ്റ് പോലും ബാങ്ക് അപ്ഡേറ്റിലേക്ക് തരുന്നില്ല എന്നുള്ളതാണ്. 1,300 ഒക്കെ പ്രോഫിറ്റ്, 1,600 ഓൾറെഡി നമുക്ക് 2,000 സംതിങ് ലോസ് ആണ് ഫസ്റ്റ് ട്രേഡിൽ. അപ്പോൾ ഓൾറെഡി എന്താ പറയുക 1:2 റേഞ്ചിലൊക്കെ എത്തിയെന്ന് പറയും ട്രേഡിൽ. 2,500 റേഞ്ചിൽ പ്രോഫിറ്റ് ആയ മീൻസ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇപ്പം ആ ഒരു സിങ് ഹൈ എടുത്തിട്ട് പോയിട്ടുണ്ട്. 23,256 നമ്മളിപ്പം എൻട്രി എടുത്തവിടെ നിന്ന് എത്ര പോയി കണ്ടോ, ആ സിങ് ഹൈയും ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ഡേ ഹൈൻ്റെ അടുത്തെത്താനായി. ഇനി ഏതായാലും നമുക്ക് ബാങ്കിന് തീരെ മൊമെൻറ്റ് എനിക്ക് തോന്നുന്നത് ബാങ്കിൽ ആരെങ്കിലും ഹെവി സെല്ലിംഗ് ഒക്കെ നടത്തിയോ. ബാങ്ക് അനങ്ങൂലെന്ന് തീരുമാനിച്ചെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞാനിത് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കാൻ വെച്ചാൽ, കാരണം നിഫ്റ്റി ഒരു സിങ് ഹൈ ഒക്കെ എടുത്തതിനെ കൊണ്ട് താഴെ വരാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡ് എടുത്ത ആളുകൾക്ക് ഒന്നെങ്കിൽ 2 ഓപ്ഷനിലാണ്. ഞാനാണെങ്കിൽ ആ ട്രേഡിൽ ഒന്നെങ്കിൽ
1:5 എബോ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലെത്തുമ്പോൾ ചിലപ്പോൾ എക്സിറ്റ് ചെയ്യും. 1:5 അല്ല 1:7 റേഞ്ചിലൊക്കെ വേണ്ടി ഓൾറെഡി എക്സിറ്റ് ചെയ്യാന്നുള്ളത്. ഇനി അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് കൊടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് മീൻസ് ടാർഗറ്റ് ഡേ ഹൈ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ 2 ഓപ്ഷനാണ് ഞാൻ നിഫ്റ്റിയിലാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെടുത്ത് എന്തുകൊണ്ടും ബാങ്ക് ആയിപ്പോയി, ബാങ്ക് തീരെ മൊമെൻറ്റും ഇല്ല. ഏതായാലും നിഫ്റ്റി ആ ഒരു സ്വിംഗ് ഹൈ എടുത്ത സ്ഥിതിക്ക് ഞാനിത് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുകയാണ്. അഥവാ ടാർഗറ്റിലേക്ക് സ്ട്രൈറ്റ് ബാങ്കിന് ഒരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നല്ല പോക്കോട്ടെ. 1:5 ഒക്കെ റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ എടുത്തതിന് പ്രശ്നം 48,800 കോൾ ഓപ്ഷൻ തന്നെയാണ് വീണ്ടും എടുത്തു പോയത്. 48,600 എടുക്കേണ്ടതിന് വരെ 800 തന്നെ എടുത്തു പോയി. അപ്പോൾ ഞാൻ അതിനൊരു മൂവ്മെൻറ്റം കിട്ടുമോ എന്നുള്ളത് വേറെ സത്യം. എന്നാലും ഉണ്ടാവും, അത്യാവശ്യം ഉണ്ടാവും. 200 പോയിൻ്റൊക്കെ മുമ്പ് എന്തായാലും 100 പോയിൻ്റ് റേഞ്ചിലൊക്കെ കിട്ടേണ്ടതാണ് അതിൽ. ഏതായാലും കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുന്നുണ്ട്. ബാങ്ക് ഉണ്ടോ? ബാങ്കിനാണ് ചലനമല്ല, നിഫ്റ്റി പറക്കണമുണ്ട്. എന്താ ചെയ്യലേ, എന്താ ചെയ്യുക? നല്ല സമയദോഷമുണ്ട്. അല്ലെ ഇറങ്ങി എക്സിറ്റ് ചെയ്യേ. സമയം 10:30 ആയിട്ടുള്ളൂ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്വിംഗ് ഹൈ എടുത്തപ്പോൾ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. ഏതായാലും സമയം 10:30 ആയിട്ടുള്ളൂ. ഇനി നോക്കാം, നമുക്ക് ഒരു SL ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയൊരു അവസരം കൂടി നോക്കാം. ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ എന്നൊരു എൻട്രി വരികയാണെങ്കിൽ നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റി സ്റ്റിൽ ഡേ ഹൈ എടുത്തില്ല, തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആ സ്വിംഗ് ഹൈ എടുത്തിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ആ പ്രീമിയം എത്ര വരെ പോയി നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കി നോക്കാം. ഇനിയിപ്പോൾ കാര്യമില്ല, നമുക്ക് കിട്ടേണ്ട എൻട്രി അവർ പോയി എന്നുള്ളത്. ഇന്നിപ്പോൾ ആ ടാർഗറ്റ് അടിക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെയൊക്കെ വരും മാർക്കറ്റിൽ. 177 230 വരെ പോയി. ഓൾമോസ്റ്റ് എത്ര പോയിൻ്റ്? 230 50-ലധികം പോയിൻ്റ് പോയില്ലേ. 50-60 പോയിൻറ്റിൻ്റെ അടുത്ത് പോയി. 1:10 അടുത്ത് വരെ പോയി. 1:5 ബുക്ക് ചെയ്താലും മതി. ഇനി ഏതായാലും കഴിഞ്ഞ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഞാൻ നോക്കാം. ഞാൻ ഇനി 12 മണിക്ക് മുന്നേ ഏതെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:27 ആയിരുന്നു. നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പിന്നെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. നിഫ്റ്റി ആ പറഞ്ഞ പോലെ ഡേ ഹൈൻ്റെ തൊട്ടടുത്തുനിന്ന് തിരിഞ്ഞ് താഴേക്ക് വന്നതാണ്. ബാങ്കും അതേപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഏരിയകളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതായത് സമയം വൈകി. ഇനി ഇന്നത്തെ ദിവസമില്ല, നാളത്തെ ദിവസം നോക്കാം. ഇന്ന് ഒരു SL ആണ്. നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം. താങ്ക് യു. നാളെ ഇല്ല, ഇനി മൺഡേ. താങ്ക് യു, ബൈ.